ഹായ് കൂട്ടുകാരെ, ഫ്രഷറായിട്ടുള്ള നഴ്സുമാർ ഞാൻ പറയുന്നത് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എന്നാലും ഞാനൊരു നേഴ്സ് എന്നുള്ളൊരു നിലയ്ക്ക് എനിക്കിത് പറയാതിരിക്കാനും പറ്റത്തില്ല. ഇതൊരു സാഡ് റിയാലിറ്റി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. എനിക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുള്ളതാണ്, ചേട്ടാ എൻ്റെ കോഴ്സ് കഴിയാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എബ്രോഡ് ജോബ് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് എക്സാമാണ് എഴുതേണ്ടത്? പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്, ചേട്ടാ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്, എനിക്ക് ദുബായിലോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, ഫ്രഷറായിട്ട് പോകാൻ വേണ്ടിയിട്ട് എബ്രോഡ് ജോബ് നോക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് 2 കമൻറ്റാണ്, പക്ഷേ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് ഫ്രഷേഴ്സായ നേഴ്സുമാർക്കുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സായ നേഴ്സുമാർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് എടുക്കാൻ നോക്കുക കേട്ടോ. ഒട്ടുമുക്കാൽ ജോബ്സിന് നമുക്ക് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് മതി. എന്നാൽ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽസിൽ, എത്ര വലിയൊരു ഹോസ്പിറ്റൽസിലായാലും, എബ്രോഡിലുള്ള ഏത് ഹോസ്പിറ്റൽസിലായാലും, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായാലും, നിങ്ങൾക്കിപ്പോൾ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഒരു പ്രശ്നമില്ലാതെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോബ് കിട്ടുന്നതിൽ ഒരു സംശയവുമില്ല. ഫ്രഷേഴ്സായ നേഴ്സുമാരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകാൻ നോക്കൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു ജോബ് കിട്ടണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എബ്രോഡ് ജോബ് ചെയ്യുന്ന നേഴ്സുമാർ ഒരു 95% ആൾക്കാരും ക്ഷമയോടെ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം പിന്നെ അവരൊരു ജോബിന് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിനൊക്കെ പാസ്സായി പിന്നെ എക്സാം എഴുതി, ഇങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് എബ്രോഡ് ജോബ് കിട്ടാനുള്ള ഒരു കറക്റ്റ് പാത്ത് വേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദുബായിലൊക്കെ ഫ്രഷേഴ്സിന് ജോബ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ദുബായിലെ എക്സാം എഴുതാൻ, അതായത് DHA എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഫ്രഷേഴ്സിനും എക്സാം എഴുതാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയിൽ ജോബിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഹോസ്പിറ്റൽസിനും ഫ്രഷേഴ്സിന് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് വളരെ കുറവാണ്. പിന്നെ ഒരു ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5% ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതായത് 3, 4, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഡെയിലി ഓരോ ഹോസ്പിറ്റൽസിൽ പോകുന്നുണ്ട്. ആ ഹോസ്പിറ്റൽസ് പറയുന്നത് വെച്ചാൽ അവരുടെ ഇമെയിലോട്ട് മെയിൽ അയക്കൂ, അവരുടെ CV ഒക്കെ അയക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് പേർക്ക് ഇതുവരെ ജോബ് കിട്ടാണ്ട് അവർ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ഫ്രഷറായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യം ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പേ UK-യിൽ നമ്മുടെ ഫ്രഷേഴ്സായ നേഴ്സുമാർക്ക് വാക്കൻസീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ OETയോ അല്ലെങ്കിൽ IELTS ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് അവർ ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ 1-2 വർഷങ്ങളായിട്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഒരുപാട് നേഴ്സുമാർക്ക് അങ്ങനെ ജോബ് കിട്ടുന്നില്ല. അതിന് മുന്നേയൊക്കെ വളരെ ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇനി 1-2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെയിം ഡിമാൻഡ്സ് വരും. അതുകൊണ്ട് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, നിങ്ങളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാക്കൻസീസ് വരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ കയറിപ്പോകൂ. ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ജോബ് കിട്ടുള്ളൂ. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ഫേക്ക് ഏജൻസീസ് ഫ്രഷേഴ്സിന് ജോബ് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം നിങ്ങൾ കാണാറുണ്ടല്ലേ? അപ്പോൾ ഇതിലൊന്നും ട്രാപ്പിൽ പോയി പെടാതിരിക്കുക. അവരാദ്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ചോദിക്കും, ചിലപ്പോൾ കുറച്ച് കാശ് ചോദിക്കും, എന്നിട്ട് ചിലപ്പോൾ അവർ ഫേക്ക് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഫേക്ക് ഓഫർ ലെറ്ററൊക്കെ തരും. എന്നിട്ട് ഇതിലൊന്നും പോയി പെടാതിരിക്കുക, പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.